والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. لا يجمع الله هذه الأمة على ضلالة. صدق رسول الله صلى الله عليه وسلم. ഈ മഹത്തായ അധ്യക്ഷമായിരിക്കുന്ന അതുപോലെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന സമർപ്പണ മുഷാവറ വൈസ് പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട അതുപോലെ ഇവിടെ കർമ്മ പദ്ധതി അവതരിപ്പിക്കുന്ന അതുപോലെ തന്നെ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ, താജുദ്ദീൻ ദാരിമി, നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടെ പ്രഭാഷണം കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട തുടങ്ങി ഈ മഹത്തായ പരിപാടികളിൽ പങ്കെടുത്തിരിക്കുന്ന ബഹുമാന്യരായ സയ്യിദുമാരെ, ഉലമാക്കളെ, മറ്റു ഈ പരിപാടികളിൽ പങ്കെടുത്തിരിക്കുന്ന സമർപ്പണയുടെ പ്രവർത്തകന്മാരായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടാനാണ് നമ്മെ അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ നമുക്ക് മുമ്പേ കടന്നുപോയ മഹാന്മാരായ സമസ്തയുടെ നേതാക്കൾ, നമ്മളോടും അവരോടും ബന്ധപ്പെട്ടവർ എല്ലാവർക്കും സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാം സമസ്തയുടെ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. അല്ലാഹുവിന്റെ ദീനിനെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ സംരക്ഷിക്കുവാനും വളർത്താനും ശത്രുക്കളെ പ്രതിരോധിക്കാനും വേണ്ടി ഒരു കാലത്തെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആലിമീങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന മഹൽ വ്യക്തിത്വങ്ങൾ സ്ഥാപിച്ച ആത്മാർത്ഥതയിൽ നിന്ന് ഉത്ഭവിച്ച മഹത്തായ ഒരു സ്ഥാനം, അതാണ് അതുമായി ബന്ധപ്പെട്ട് അതേക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ, അതിൻ്റെ 100ാം വാർഷികത്തെക്കുറിച്ച് വളരെ സന്തോഷപൂർവ്വം അതിൻ്റെ പരിപാടികൾ കേൾക്കാൻ വിശിഷ്യ കാസർഗോഡ് ജില്ലാ SKSS തയ്യാറാക്കിയ പദ്ധതികൾ കേൾക്കാൻ, അതോടൊപ്പം സമസ്ത എന്ന് പറയുന്ന ആ മഹൽ പ്രസ്ഥാനത്തിൻ്റെ പൂർവികരും നിലവിലുള്ളവരും ഇനി വരാൻ പോകുന്നവരുമായ മഹത്തുക്കളോടൊപ്പം ഒരുമിച്ച് കൂടാൻ ആഗ്രഹിച്ചു. അതാണ് നമ്മളിവിടെ നമ്മെ ഒരുമിപ്പിച്ചത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സമസ്ത എന്തിന് രൂപീകൃതമായി എന്ന് ഞാൻ സംസാരിക്കേണ്ടതില്ല. ചിലപ്പോൾ കഴിഞ്ഞ സംസാരങ്ങളിൽ അതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടത് ഈയിടെ ഈ 100ാം വാർഷികത്തോട് അനുബന്ധമായി കൊണ്ട് തന്നെ
ഇംഗ്ലീഷിലുള്ള വലിയൊരു പുസ്തകം ഇറങ്ങുകയാണ്. അത് എക്സ്പ്രസ് പത്രം, ഇംഗ്ലീഷ് പത്രമാണ് ആ പുസ്തകം ഇറക്കാൻ നേതൃത്വം. അതൊരു ചരിത്രമാണ്. ആ ചരിത്രം കണ്ട വായിച്ച ആളുകൾ സമസ്തയെക്കുറിച്ച് അന്ന് തന്നെ പറഞ്ഞത് നമ്മളൊക്കെ വായിച്ചതാണ്, കേട്ടിട്ട്. അതാണ് യുമായുള്ള ബന്ധം, ജനങ്ങളുടെ വീക്ഷണം, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തിനാണ് സമസ്ത രൂപീകൃതമായത് എന്ന് ചോദിച്ചാൽ, ഉമ്മത്തിന്റെ ഈമാനിനെ കാത്തുരക്ഷിക്കാൻ എന്ന് ഒരു നിലയിൽ പറയുക, ശരിയായ ദീനിന്റെ വഴി നടത്താൻ മറ്റൊരു നിലയിൽ പറയുക, ആശയത്തിൽ എന്തേ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കേണ്ടി വന്നത് നമുക്കൊക്കെ അറിയുന്ന സംഗതികളാണ്. ഇവിടെ ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ വരികയും പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം പ്രമുഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിയുടെ വളർന്നുവെങ്കിൽ ഇവിടെ സഹാബത്തിലൂടെ പിന്നെ അതിന്റെ ശേഷമുള്ള കാലങ്ങളിലൂടെ ഇങ്ങനെ പൈതൃകമായി കൈമാറിയ മഹത്തായ ഒന്നാണ് പരിശുദ്ധ ദീൻ. ആ ദീൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിനാണ് നമ്മൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന്. എങ്ങനെ കേരളവുമായി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധം എന്ന് നമുക്ക് അറിയാം. ഇവിടെ നമ്മൾ കേരളത്തിൽ തന്നെ സഹാബത്തിന്റെ ഖബറുകൾ കാണുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെയും സഹാബത്തിന്റെ ഖബറുകൾ കാണുന്നുണ്ട്. ആ സഹാബത്ത് അത് അല്ലാഹു തആലയുടെ ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നവരായി. ബല്ലിഗു അന്നി വലൗ ആയ എന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, ഒരു ആയത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നല്ല. ഹജ്ജത്തുൽ വിദാഇൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ സന്ദേശം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനാണ് ആ സഹാബത്ത് തുനിഞ്ഞത്. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ലക്ഷത്തിൽ പരം സഹാബിമാർ ഒരുമിച്ച് കൂടിയ മഹത്തായും സദസ്സായും അങ്ങനെയുള്ള ആ സഹാബത്ത് എത്ര പേരാണ് മദീനയിൽ മറവട്ട് കിടക്കുന്നത് എന്ന് പരിശോധിച്ചാൽ അത് വളരെ ആളുകളാണ്. എന്തേ അങ്ങനെയെന്ന് വെച്ചാൽ അതിനെ ഉൾക്കൊണ്ടതായി. എന്നിൽ നിന്നൊരായെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ മഹത്തായ സന്ദേശങ്ങൾ ലോകത്തെ എത്തിച്ചു കൊടുക്കണം. അതിന് നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ ചെയ്യണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. അത് ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം നാട് വീട് വിട്ടുകൊണ്ട് അവരവരുടെ വിവിധ ദേശങ്ങളിൽ അത് യുദ്ധമായി കൊണ്ടും അതുപോലെ മറ്റു പ്രചരണ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടും പോയതാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിലേക്ക് സഹാബത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കേരളക്കാരനായ ഒരു സഹാബിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. കേരളക്കാരനായ ഈ കേരളത്തിൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ചെന്ന് അഷ്ഹദു ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് ഉച്ചരിച്ച് മുസ്ലിമായത് നമ്മുടെ ചരിത്രത്തിൽ വായിക്കും. അപ്പൊ കേരളത്തിൽ ഒട്ടേറെ സഹാബിമാർ വന്നതിൽ ഇവിടെ പോയി റസൂലുള്ളാഹി അലൈഹി വസല്ലമയിൽ നിന്ന് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു എന്ന് വരുമ്പോൾ ഈ കേരളവും അതുപോലെ അറേബ്യയും പ്രത്യേകിച്ച് മദീനയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ബന്ധം കാലാകാലങ്ങളിൽ സുദൃഢമായി തന്നെ കാലങ്ങളിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ മഹാന്മാരായിരിക്കുന്ന അറബികൾ ഈ കേരളത്തിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അവരോട് കച്ചവടം ചെയ്യാൻ അല്ല വന്നത്,
അല്ലാഹുവിന്റെ ദീൻ അതാത് കാലങ്ങളിൽ ഈ കേരളത്തിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് റളിയല്ലാഹു അൻഹു നമുക്കറിയാമല്ലോ. ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപകനായ വരക്കൽ നമുക്കറിയാമല്ലോ. ബഹുമാനപ്പെട്ട ശംസുൽ ജലവയുടെ അതും നമുക്ക് കാണാൻ കഴിയും. അവരവരെ എങ്ങനെ ഇവിടെ വന്നു വെച്ചാൽ അല്ലാഹു തആല ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി അവരുടെ പൂർവീകർ വന്നതാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശരിയായ രൂപം എല്ലാ കാലങ്ങളിലും അതിന് ഒരു കോട്ടവും തട്ടാത്ത വിധത്തിൽ അതിനെ നിലനിർത്താനും വളർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മശായിഖുമാർ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ആലിമീങ്ങൾ, അല്ലാഹു തആലയുടെ ഉലമാ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമാണ് കേരളത്തിൽ മറ്റേതൊരു പ്രദേശത്തും ഇല്ലാത്ത വിധത്തിൽ ദീനീ ചൈതന്യം നിലനിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കാല പണ്ഡിതന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ വല്ലാതെ പലപ്പോഴും തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇനി നമ്മള് വലിയ 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 ഉസ്താദുമാരുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു ഉസ്താദ്, ആ ഉസ്താദ് എന്ന് ചോദിച്ചാൽ മഹാപണ്ഡിതനാണ്. അതേ അവസരം രണ്ടും മൂന്നൊക്കെ തരീഖത്തിന്റെ ശൈഖ് കൂടിയായിരിക്കും. അവരുടെ മുമ്പിൽ വളർന്നതായിരിക്കുന്ന ആ കുട്ടികൾ, ആ മുതാലിമീങ്ങൾ അവരിൽ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ അവരൊരു പണ്ഡിതന്മാരായിരിക്കും. അതോടൊപ്പം തന്നെ ആ മഹത്തായ ആ അവരിൽ നിന്നുള്ള വിവിധ തരീഖത്തുകൾ സ്വീകരിച്ച് അതുപോലെയുള്ള ആത്മീയ നേതാക്കൾ കൂടിയായിരിക്കും. രണ്ടും ഒന്നിച്ച് ഒരേ ലഭിക്കുന്ന അങ്ങനെ ഒരുപാട് നമുക്ക് വായിക്കാൻ, ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. ഇത് എങ്ങനെ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നിലനിന്നിരുന്ന കാലത്ത് ഈ ശരിയായ ദീൻ എന്ന് പറയുമ്പോൾ ദീൻ ഒക്കെ ആചാരം ഞങ്ങളും ദീനിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവരാണ്. ഞങ്ങളും ഇസ്ലാമിന്റെ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവരാണ്. ഞങ്ങളുടെ ഇസ്ലാമിന്റെ സംഘടനയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവരാണ്. പക്ഷേ അങ്ങനെ ഏതാണ് ശരിയായ ദീൻ, ഏതാണ് ശരിയായ ഇസ്ലാം, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്താണ്. ആ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്താണ് 1300 വർഷം വരെ യാതൊരു വിഷയമില്ലാതെ നിറഞ്ഞു ഈ കേരളത്തിൽ നിലനിൽക്കുന്നത്. അന്ന് ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടായില്ല. മതത്തിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസമില്ല. ചില മസലകളിലൊക്കെ ഉണ്ടാകുമെന്നല്ലാതെ മതത്തിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെയുള്ള നൂറ്റാണ്ടുകൾ 13 നൂറ്റാണ്ടുകൾ കേരളത്തിൽ കഴിഞ്ഞു. തിളക്കമുള്ള നൂറ്റാണ്ടുകളായിരുന്നു. പക്ഷേ നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ചില ആളുകൾ വിജയി ചിന്തകളുമായി കടന്നു വരുന്നുണ്ട്. ആ വിജയി ചിന്തകൾ ആദ്യം തെക്കൻ ഭാഗത്താണ് കടന്നു വരുന്നത്. അതിങ്ങനെ മലബാർ ഭാഗത്തേക്കും കടന്നു വരാനുള്ള ശ്രമം, അതിന്റെ അലയൊലികൾ ഈ മലബാറിലേക്ക് വരുന്ന അവസരത്തിൽ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വരുന്ന അവസരത്തിൽ അവിടെയുള്ള നമ്മുടെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാരും അതുപോലെ കാലഘട്ടത്തിലുള്ള ഉമറാക്കളും അവര് ശക്തമായി ഓരോരോ ആലിമും തന്റെ മഹല്ലിൽ വന്നാൽ ശക്തമായി ഒരു രൂപം ആ കാലഘട്ടത്തിൽ ആദ്യത്തെ ഉണ്ടായി. പക്ഷേ ഈ വിജയി കക്ഷികളാകട്ടെ അവരുടെ പ്രവർത്തനം അത് സംഘടിത രൂപത്തിലല്ല. ഇന്ന് അവരെല്ലാം തന്ത്രങ്ങളാണ് മെനഞ്ഞത്. അതേ തന്ത്രം തന്നെയാണ് അവർ ഉപയോഗിച്ചത്. അഭ്യസ്തവിദ്യരായ ആളുകളെ ആകർഷിക്കുകയും എന്നിട്ട് അതിൻ്റെ അവരുടെ മുന്നിൽ നിർത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ചെന്ന്, ഓരോ പ്രദേശങ്ങളിലും ചെന്ന് അവിടെയുള്ള സമ്പന്നന്മാരെ അവരുടെ പക്ഷത്തേക്ക് ചേർത്തു. ഈ രണ്ട് വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിലായിക്കൊണ്ട് ഈ ബിദഈ ആശയങ്ങൾ, ഈ വഹാബി ആശയങ്ങൾ ശക്തമായി പ്രചരിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്.
ചില പ്രദേശങ്ങളൊക്കെ അതേതാണെന്ന് വെച്ചാൽ അത് മുജാഹിദീങ്ങളെ നാടാണെന്നാണ് പറയുക, മുജാഹിദീങ്ങളെ മഹല്ലാണെന്നാണ് പറയുക. ഈ അവസ്ഥ ആ വിധത്തിൽ വരുത്തിയതായിരുന്നു. അങ്ങനെ അത് ശക്തമായി പ്രവർത്തിച്ചപ്പോൾ നമ്മുടെ മഹാന്മാരായിരിക്കുന്ന മശായിഖുമാർ ഇത് നമ്മൾ ഒറ്റപ്പെട്ട് പ്രവർത്തിക്കേണ്ടതല്ല, ശക്തമായി ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കേണ്ടതാണ്, സംഘടിതമായി പ്രവർത്തിക്കേണ്ടതാണ് എന്ന് അവർ നിശ്ചയിക്കുകയും അവർ കൂടിയാലോചിക്കുകയും അങ്ങനെ 1925 കോഴിക്കോട് ഒരു പള്ളിയിൽ വെച്ച് അവർ യോഗം ചേരുകയും താൽക്കാലികമായി ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു. ഒരു ഉലമാ സംഘടന, ജമിയത്തുൽ ഉലമ രൂപീകരിച്ചു. അതിൻ്റെ ആഭിമുഖ്യത്തിലായിക്കൊണ്ട് ഈ വഹാബി പ്രസ്ഥാനം എവിടെയെല്ലാം വിഷഞ്ചീച്ചിയോ അവിടെയെല്ലാം ചെന്നുകൊണ്ട് അതിൻ്റെ ശരിയായ വശങ്ങൾ മനസ്സിലാക്കിക്കൊടുത്ത് ആ തെറ്റിദ്ധാരണകൾ അകറ്റാൻ വേണ്ടി പ്രവർത്തിച്ചു. അതിനോടൊപ്പം തന്നെ അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള വലിയ പിന്നീട് സമസ്തയുടെ നേതാക്കളായി വന്ന മഹാന്മാർ അവർ ഉലമാക്കളെ നേരെ സമീപിച്ച് അവരതുവരെയും എന്താണെന്ന് വെച്ചാൽ അവർ ദർശനത്തും ഇമാമത്തും നിൽക്കും, ഖുതുബ നടത്തും, അതുപോലെ തന്നെ വീടും. ഈ ഒരു പരിധിയിലായിരുന്നു അവരുടെ ജീവിതം ഉണ്ടായിരുന്നു. അന്ന് അത് മതിയായിരുന്നു. പക്ഷേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെയും രംഗത്തിറക്കി 1926 അവർ കോഴിക്കോട് വെച്ച് ചേർന്ന ആ മഹത്തായ ഉലമാക്കളുടെ ആ യോഗത്തിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിത പ്രസ്ഥാനം അത് പൂർവോപരി ശക്തിയായിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നബറല്ലാഹു മർക്കദ മഹാനവറുകൾ പ്രസിഡൻ്റായിക്കൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം. പിന്നീട് അവർ ശക്തമായി കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിച്ചു. ആ പ്രവർത്തനം ഏതാണ്ട് 25 കൊല്ലക്കാലം ആദർശത്തിന് വേണ്ടിയായിരുന്നു അവർ പ്രവർത്തിച്ചത്. സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും അതിനെതിരെയുള്ള വിദഈ കക്ഷികൾ ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് 25 കൊല്ലക്കാലം ആ ബഹുമാനപ്പെട്ട ആ പണ്ഡിത സഭ പ്രവർത്തിച്ചത്. പിന്നെ കാലത്തിന് അനുസരിച്ച് ആവശ്യമുള്ളതെല്ലാം ചെയ്തു. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ദീൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ഇവിടെ കഴിഞ്ഞ കാല മഹാന്മാർ രേഖപ്പെടുത്തിയത്. അതാണ് ദീൻ എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. ഈ ഉമ്മത്ത് പല കക്ഷികളായി തീരും, കഴിഞ്ഞ ഉമ്മത്ത് പല കക്ഷികളായി തീർന്നിട്ടുണ്ട് എന്നതുപോലെ ഇന്ന ബനി ഇസ്രായേൽ തഫറഖത്ത് അലാ 72 72 കക്ഷികളായി തീർന്നിട്ടുണ്ട്. വതഫ്തരിക്കു ഉമ്മത്തി അലാ 73 എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി 73 വിഭാഗങ്ങളായി തീരും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ. ഈ 73 കക്ഷികൾ ഒന്നൊഴിച്ച് ബാക്കിയുള്ളവരാം എല്ലാം നരകത്തിലാകുന്നു. 73 കക്ഷികളായി തീരും. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമേ നമ്മെ പഠിപ്പിച്ചെന്നു ഈ സമുദായത്തിൽ ഭിന്നതകൾ വരും, ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് കക്ഷികൾ ഇവിടെ രംഗത്ത് വരും. അപ്പം സത്യമേത് അസത്യമേത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥാവിശേഷം ഉണ്ടായിത്തീരും. അതിൽ സത്യമേത് എന്ന് മനസ്സിലാക്കാൻ എന്താണ് മാർഗം? അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബിമാർ ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, ആ സത്യത്തിൻ്റെ പാത, സ്വർഗത്തിലേക്കുള്ള വഴി, ആ വിഭാഗം ഏതാണ് എന്ന്, സ്വർഗത്തിൻ്റെ അഹ്ലുകാർ ആയ വിഭാഗം ഏതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ അന അലൈഹി വസബി, ഞാനും എൻ്റെ സഹാബിമാരും ഏതൊരു ഒന്നിലാണോ നിലകൊള്ളുന്നത് അതിൽ നിലകൊള്ളുന്നവരാണ് ആ വിജയികളുടെ കക്ഷിയെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാ അന അലൈഹി, ഞാൻ എന്തിൻ്റെ മേൽ നിലകൊള്ളുന്നുവോ അതിനാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറയുന്നത്. സുന്നത്ത് പറഞ്ഞാൽ ഫർദ് സുന്നത്തല്ല.
ഖുർആൻ സുന്നത്ത് എന്ന് സാധാരണ പറയാറുണ്ടല്ലോ, ആ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ വിശദീകരണമാണ്. നബി അലൈഹി വസല്ലമയുടെ നിയോഗത്തെ സംബന്ധിച്ച് ലിതുബയ്യിന ലിന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ വിവരിച്ചു കൊടുക്കലാണ് നബി അലൈഹി വസല്ലമയുടെ ചുമതല. നബി അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുത്തു. അതുകൊണ്ട് അതെങ്ങനെ വിശദീകരിച്ചു? വാക്കിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, അങ്ങനെ വിവിധ നിലക്ക് വിശുദ്ധ ഖുർആനെ വിവരിച്ചു. അതാണ് നബി അലൈഹി വസല്ലമയുടെ ജീവിതം. നബി അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ്റെ വിശദീകരണമാണ്. നബി അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് അവിടുത്തെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ കാന ഖുലുഖുൽ ഖുർആൻ എന്നാണ് പറഞ്ഞത്. നബി അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. അതുതന്നെയാണ് ഈ പറഞ്ഞതും. അപ്പോൾ അതിൻ്റെ വിശദീകരണം, അപ്പം നബി അലൈഹി വസല്ലം വിശദീകരിച്ച ആ സുന്നത്ത് മാ അന അലൈഹി. പിന്നെ ഇത് മനസ്സിലാക്കുന്നത് നബി അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതായിരിക്കുന്ന ആളുകൾ അത് അംഗീകരിക്കാതെ നബി അലൈഹി വസല്ലമയെ മനസ്സിലാക്കാൻ കഴിയില്ല, അവിടുത്തെ സുന്നത്തിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അതാദ്യമേ തന്നെ നബി അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചു, വഅസ്ഹാബി, എൻ്റെ സഹാബിമാരും. അപ്പം ഞാനും എൻ്റെ സഹാബിമാരും, അല്ല ഞാൻ നിലകൊള്ളുന്നത് എന്നല്ല പറഞ്ഞ്, ഞാനും എൻ്റെ സഹാബിമാരും ഏതൊരു നിലപാടാണോ സ്വീകരിച്ചത് അത് ഉൾക്കൊള്ളുന്ന ആളുകളാണ് വിജയത്തിൻ്റെ ആളുകൾ എന്നാണ് നബി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, ഇന്ന് അഭിപ്രായ ഭിന്നതകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ അഭിപ്രായ ഭിന്നതകൾ വരുമ്പോൾ നമുക്കവിടെ മാനദണ്ഡമായി കാണാൻ ഉള്ളത് ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്, തിരുസുന്നത്തിന്, അതിനെ വ്യാഖ്യാനിച്ചതായിരിക്കുന്ന മഹാന്മാരുടെ വാക്കുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് അളന്നുകൊണ്ട് തിട്ടപ്പെടുത്തണം, മാനദണ്ഡമായി സ്വീകരിക്കണം. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുക, സലാഹുദ്ദീൻ വൈദ്യൊക്കെ വളരെ നന്നായി നമ്മൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പള്ളിയിൽ എങ്ങനെ സഹാബത്തിന് അംഗീകരിക്കാം? നമ്മുടെ പള്ളിയിൽ ഇപ്പോൾ ജുമാക്ക് എത്ര ബാങ്കാണുള്ളത്? 2 ബാങ്ക്. ആദ്യം ഒന്ന് സമയം ആയേക്കൊരു ബാങ്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഖുതുബൻ്റെ മുമ്പായിട്ട് ബാങ്കും, അങ്ങനെ ഖുതുബ കഴിഞ്ഞതിൻ്റെ ശേഷം ഇഖാമത്തും അതും നടക്കുന്നുണ്ട്. ഇതെവിടുന്ന്? നബി അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടോ? ഇല്ല. നബി അലൈഹി വസല്ലമയുടെ കാലത്തില്ല. കൃത്യമായി പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തുണ്ടോ? അതും ഇല്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തുണ്ടോ? അതും ഇല്ല. പിന്നെ വ്യംഗ്യമായിട്ടൊക്കെ വേറെ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. അതേ അവസരം വ്യക്തമായി ഈ 3 നബി അലൈഹി വസല്ലമയുടെ കാലത്തോ 2 ഖുലഫാഇൻ്റെ കാലത്തോ ഇല്ലാത്തതാണ് ഈ ബാങ്ക്. ഇത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്ഥാപിച്ചതാണ്. അപ്പോൾ അത് റസൂലിൻ്റെ ചര്യയല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വേണ്ട നിൽക്കുക. അതാണ് ഒരു വിഭാഗം ചെയ്തത്. എന്ന് പറഞ്ഞാൽ സഹാബത്തിൻ്റെ ചര്യ അംഗീകരിക്കാൻ അവർ തയ്യാറില്ല എന്നാണ്. ഇവിടെ മുജാഹിദീങ്ങൾ എഴുതിയത് നമ്മളൊക്കെ മുമ്പ് വായിച്ചതാണ്. അത് സാധാരണ ഉണ്ടായിരുന്നു. അതായത് സഹാബത്തിന് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഈ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ പറയുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിമാർ പറയുന്നത് ദീനിൽ തെളിവല്ല എന്ന് വ്യക്തമായി എഴുതിയവരാണത്. അപ്പോൾ സഹാബത്തിനെ അവർ അംഗീകരിക്കൂല, മുജാഹിദ് അംഗീകരിക്കൂല, കൃത്യമായി അംഗീകരിക്കൂല. അതുകൊണ്ടാണ് അവരാരും ഇവിടെ ബാങ്ക് ജുമാക്ക് ഒറ്റ ബാങ്കിൽ മതിയാക്കുന്നത്. ഒറ്റ ബാങ്കിൽ. അത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെതാണ്, അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെതല്ല. അവിടെ അങ്ങനെ അംഗീകരിക്കും. അതേ അവസരം അറമിലൊക്കെ ഇന്നുണ്ട്. ഇനി മാറ്റമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഇന്നുണ്ട്. അതായത് ആ കാലഘട്ടം മുതൽക്ക് ഉസ്മാൻ റളിയല്ലാഹു എന്നത് സ്ഥാപിച്ചത് മുതൽക്ക് ഇന്ന് വരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ പുത്തനാശയം വന്ന ഏതെങ്കിലും മഹല്ലുകളുണ്ട് എങ്കിൽ അതൊഴിച്ച് എല്ലാ ഭാഗങ്ങളും, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മുസ്ലിങ്ങൾ ജുമാക്ക് 2 ബാങ്ക് കൊടുത്തുകൊണ്ടാണ് വരുന്നത്. ഇവിടെ
സുന്നത്ത് ജമാഅത്തും അല്ലാത്തതും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ രണ്ടാം ബാങ്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ വിഷയവും നമ്മളിങ്ങനെ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ മാ അന അലൈഹി വ സുഹാബി, ഞാനും എൻ്റെ സഹാബിമാരും ഏതൊരു ആശയത്തിലും ഏതൊരു ആദർശത്തിലുമാണോ നിലകൊണ്ടത്, ഏതൊരു കർമ്മമാണോ സ്വീകരിച്ചത്, അത് സ്വീകരിക്കാനും ആ ആശയത്തിലും ആദർശത്തിലും നിലകൊള്ളാനും തയ്യാറുള്ളവരാരോ അവരാണ് ആ സ്വർഗത്തിൻ്റെ അവകാശികൾ എന്ന ഈ ആശയം അത് നൂറ്റാണ്ടുകളിലൂടെ നമുക്ക് കൈമാറി കിട്ടിയത്. ഞാൻ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നു. കൈമാറി കിട്ടിയതാ ഈ മുജാഹിദ് പ്രസ്ഥാനം. ഇന്ന് മുജാഹിദ് എന്ന് പറഞ്ഞാൽ അന്ന് വഹാബീന്ന് എന്ന് പറഞ്ഞത്, ആ വഹാബീന്ന് നേർക്കുനേരെ പറയാതെ ഐക്യസംഘം എന്നാണ് പറഞ്ഞത്, അതിന് മുമ്പ് നിഷ്പക്ഷ സംഘം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പേര് മാറി മാറി ഇന്ന് നദുവത്തുൽ മുജാഹിദീൻ എന്നാണ് പറയുന്നത്. വഹാബീന്നവർക്ക് കേൾക്കാൻ കഴിയില്ല. അങ്ങനെ ഏതായിരുന്നാലും ആ പ്രസ്ഥാനം ഇവിടെ വന്നത് മുതൽക്ക്, പിന്നെ അതിൻ്റെ ശേഷം ജമാഅത്തെ ഇസ്ലാമി വന്നു, പിന്നെ അതിൻ്റെ മുമ്പ് തന്നെ ഖാദിയാനികൾ വന്നു. ഇവരൊക്കെ പറയുന്നത് ശരിയായ ദീൻ ഞങ്ങളുടേതാണെന്നാണ്. ആ അവസരത്തിൽ ശരിയായ ദീൻ്റെ മാനദണ്ഡം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, അത് പരിശോധിച്ച് അങ്ങനെയാണ് മഹാന്മാർ ഇവിടെ നിലകൊണ്ടത്. ആ ആശയവും ആദർശവും പൈതൃകമായി നമുക്ക് ലഭിച്ചതാണ്. ആ പൈതൃകമായി ലഭിച്ചതിനെ നിലനിർത്തണം, അതിൻ്റെ പേരിൽ അതിനെ വളർത്തണം. അതുപോലെ തന്നെ അതിനു വേണ്ടി ശക്തമായ മതിൽ കെട്ടണം, അങ്ങനെ സംരക്ഷിക്കണം. ഇതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിത പ്രസ്ഥാനത്തിൻ്റെ ഒരു സാധാരണ സംഘടനയല്ല, ഒരു സംഘടനാ പ്രവർത്തനമല്ല. പക്ഷേ പ്രവർത്തിക്കാൻ ചില കൂട്ടുകെട്ടുകളും മറ്റൊക്കെ വേണ്ടി വരുമല്ലോ. അതിനാണ് നമ്മൾ ആ സംഘടനാ രൂപം സ്വീകരിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഇത് ഇലാഹിയായിരിക്കുന്ന ആ ദീനിൻ്റെ ആ ഒരവസ്ഥ മാത്രമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ദീനിൻ്റെ ഒരവസ്ഥയായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ കാണേണ്ടത്. അത്ര ബർക്കത്തുള്ള മഹാന്മാരായ ആൾ നമുക്ക് തന്നതാണ്. എന്തിനു തന്നു? ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആലാൻ്റെ ദീനിനെ യാതൊരു മാറ്റങ്ങളുമില്ലാതെ നിലനിർത്താൻ വേണ്ടി തന്നതാണ്, പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ അതിലേക്കൊന്നുമില്ല. ആ സമസ്തയുടെ നിയമാവലി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നും രണ്ടും ആശയങ്ങൾ സുന്നത്ത് ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്താണ് ഒന്നും രണ്ടും ആശയം അതിൻ്റെ നിയമത്തിലുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളിലാണ് മറ്റു കാര്യങ്ങൾ അത് രേഖപ്പെടുത്തി. ഞാൻ വായിക്കാനൊന്നും നേരമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. രേഖപ്പെടുത്തിയിട്ടുള്ളത് സമസ്ത അത് സ്ഥാപിച്ചത് തൊട്ട് ഇന്ന് വരെ സമസ്തയുടെ പ്രവർത്തനം എന്തിവിടെ നടന്നിട്ടുണ്ടോ അതൊക്കെ അതിൻ്റെ നിയമാവലിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ നിയമാവലിയിൽ നിന്ന്, ആ ഭരണഘടനയിൽ നിന്ന് ഒരിക്കലും തന്നെ മാറിക്കൊണ്ട് സമസ്ത പ്രവർത്തിച്ചിട്ടില്ല. അപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റു വിദ്യാഭ്യാസ പ്രവർത്തന, സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾ, ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ നിന്ന് സമസ്തയും അതിൻ്റെ കീഴ്ഘടകങ്ങളും നടത്തുന്നുണ്ട്. നിരന്തരം ഇവിടെ ദീനിൻ്റെ അടിസ്ഥാനത്തിലായിക്കൊണ്ട് സമസ്തയുടെ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുക. ഈ ബഹുമാനപ്പെട്ട ഉസ്താദുമാരായിരിക്കുന്ന നമ്മളെ മദ്രസ ഉസ്താദുമാർ, ലക്ഷത്തോളം വരുന്ന ആ മദ്രസ ഉസ്താദുമാർ നിരന്തരം രാവിലെ മുതൽ അവരെ ഏൽപ്പിക്കപ്പെട്ട ആ തൈലീമ് മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പുറമെ ആ മദ്രസയിൽ വിട്ടാൽ അധിക ഉസ്താദുമാരും തന്നെ ദീനീ പ്രവർത്തനങ്ങളിൽ നിരന്തരമാണ്. അതുപോലെ നമ്മുടെ പള്ളിയിലുള്ള ഉസ്താദുമാർ, കോളേജുകളിലുള്ള ഉസ്താദുമാർ, അവിടെയൊന്നും അല്ലാത്ത മഹാന്മാരായിരിക്കുന്ന ഉസ്താദുമാർ, അതുപോലെ തന്നെ SYS, SKSSF തുടങ്ങിയുള്ള സംഘടനയിലുള്ള പ്രവർത്തകന്മാർ, അതുപോലെ തന്നെ സുന്നി മഹല്ല് ഫെഡറേഷൻ, അങ്ങനെ നമ്മുടെ ജീവിതം ഏതെല്ലാം തലത്തിൽ ചെന്നുമുട്ടുന്നുവോ അവിടെയെല്ലാം തന്നെ ദീനിൻ്റെ വഴികാട്ടികളായ ആളുകൾ ആ ദീനിൻ്റെ ശരിയായ വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഫലം ഇവരുടെ ഈ ജനം ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊച്ചു കേരളം, ഒരു ബഹുമാനപ്പെട്ട നാട്ടിക മുസ്ലിയാർ പറയുന്നത് പോലെ ഈ കൊച്ചു കേരളം, ഭൂപടത്തിൽ അതിൻ്റെ പേരെഴുതാൻ പോലും സ്ഥലമില്ലാത്ത ഈ കൊച്ചു കേരളം, ആ കേരളത്തെ എടുത്തു നോക്കിയാൽ ലോകത്തിന് ഇതിന് തുല്യമായി ഒരു പ്രദേശത്തെ കാണാൻ കഴിയില്ല.
ഈ പ്രവർത്തനം, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എവിടെയും കാണാൻ കഴിയില്ല. അവിടെ ഒറ്റത്തിരുന്നുണ്ടാവും, ഈ കൂട്ടായ്മ എവിടെയും കാണാൻ കഴിയില്ല. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ദീനീ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ കേരളത്തിന് തുല്യമായിട്ട് ഇതുപോലെയുള്ളൊരു കാണാൻ കഴിയില്ല. നമ്മൾ അറേബ്യ ഒക്കെ നമ്മൾ പിന്നെ മുസ്ലിം രാഷ്ട്രങ്ങളാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുമല്ലോ, ഇതുപോലെ ഉള്ള ആ ശാന്തമായി അല്ലാഹു തആലയുടെ ദീനിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയില്ല. അത് സമസ്തയെ കൊണ്ടുണ്ടായതാണ്. മറ്റു പ്രവർത്തകന്മാർക്കൊക്കെ വാസ്തവത്തിൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനം ലഭിച്ചത് മാത്രമല്ല, അവർക്കൊക്കെ അടിത്തറയുണ്ടാക്കി കൊടുത്തത് സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ശരി, മറ്റു മതകീയ പ്രസ്ഥാനമാണെങ്കിലും ശരി, അതിനൊക്കെ പ്രവർത്തിക്കാനുള്ള മണ്ണ് പാകപ്പെടുത്തി വച്ചത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. ആ പാകപ്പെട്ട മണ്ണിൽ നിന്നാണ് മറ്റുള്ള ആളുകൾ അത് പിന്നെ പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ ചുമരുണ്ടാക്കിയത് സമസ്തയാണ്. അതിൽ പിന്നെ പേരെഴുതാനും മറ്റേ എഴുതിപ്പിടിപ്പിക്കാനും പലരുമുണ്ടാകും. പക്ഷേ ചുമരുണ്ടാക്കിയത് സമസ്തയാണ്. അത് മറ്റുള്ള ആളുകളും മനസ്സിലാക്കണം, നമ്മളും മനസ്സിലാക്കണം. നമ്മുടെ അടിസ്ഥാനം ഇന്ന് ദീനിൻ്റെ അടിസ്ഥാനം അത് ഇന്ന് സമസ്തയ്ക്കല്ല ജംഇയ്യത്തുൽ ഉലമയുമായി ഒട്ടി നിൽക്കുക എന്നുള്ളതാണ്. അത് തെറ്റിലേക്ക് ഇൻഷാ അല്ലാഹ് ഇതുവരെ പിന്നെ സമസ്ത തെറ്റിലേക്ക് ഇതുവരെ നയിച്ചിട്ടില്ല. തെറ്റിപ്പോയവരെ നന്മയിലേക്ക് നയിച്ചിട്ടുണ്ട്, ശരിമാർഗത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അല്ലാതെ സമസ്ത നയിച്ചവരെ ദുർമാർഗത്തിലേക്ക് ഒരിക്കലും സമസ്ത കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയം വരുമ്പോൾ സമസ്ത എടുത്ത നിലപാടുകൾ, ആ നിലപാടുകൾക്ക് ഒരിക്കലും മാറ്റം വന്നിട്ടില്ല. അതിൻ്റെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ സമസ്തയുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയുമല്ലോ, ഈ സമസ്ത ഉത്ഭവിക്കുന്നത് തന്നെ പ്രതിസന്ധികളുടെ നടുവിലല്ലേ. വഹാബികളെ നേരിടലല്ലേ ആദ്യം തന്നെ അതിൻ്റെ പിന്നെ ലക്ഷ്യമായി കണ്ടത്. അങ്ങനെ അന്ന് മുതൽക്ക് ഓരോ പ്രതിസന്ധികൾ അത് വന്നു. അത് ഹക്കിൻ്റെ മാർഗം അങ്ങനെയാണ്, സത്യത്തിൻ്റെ മാർഗം അങ്ങനെയാണ്. എല്ലാ കാലത്തും സത്യത്തിൻ്റെ മാർഗം അതിന് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് സത്യത്തിലൂടെയല്ല, സത്യം പറഞ്ഞുകൊണ്ടല്ല, അസത്യം പ്രചരിപ്പിച്ചുകൊണ്ടാണ് അതിന് പ്രതിസന്ധികൾ അധികം ഉണ്ടാക്കാറുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഒരു കാലത്ത് ഏറ്റവും വലിയ പണ്ഡിതന്മാരാണ്. ആ കാലഘട്ടത്തിൽ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് പിന്നെ നബറല്ലാഹു മർക്കദ മഹാൻ അവരുടെ നേതൃത്വത്തിലാണ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആ വല്ലാത്ത സംഘടന. അങ്ങനെ നമുക്കതിനെപ്പറ്റി പറയാൻ പറ്റില്ല, നമ്മൾ ഉസ്താദുമാരാണ്. അവരാണ് സമസ്തക്ക് എതിരായിക്കൊണ്ട് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്. പിന്നെ നിങ്ങൾക്കൊക്കെ ചരിത്രം വായിക്കുന്നവർക്കറിയും, ആ സംഘടന രൂപീകരിക്കുമ്പോൾ സമസ്തൻ്റെ അവസ്ഥ എന്തായിരുന്നു? സമസ്ത നിലനിൽക്കുമോ? അതിനൊക്കെ ഇവിടെ പൊടിച്ച് തകർത്തിക്കളയുമോ? വല്ലാത്ത വിഷമം ആ കാലഘട്ടത്തിലുള്ള ഉസ്താദുമാർക്കുണ്ടായിരുന്നു, നമ്മുടെ നേതാക്കൾക്കുണ്ടായിരുന്നു, സമസ്തയുടെ നേതാക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്താണ് നമുക്കറിയാമല്ലോ. ഒരുപാട് പിന്നെ പ്രതിസന്ധികൾ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു പ്രതിസന്ധി. പക്ഷേ അവസാനം എന്താണ് ഇവിടെ സംഭവിച്ചത്? അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന പിരിച്ചുവിടാൻ പോലും ആളില്ലാത്ത വിധത്തിൽ അത് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. നിങ്ങൾക്കറിയാലോ. അതുപോലെ ഒരുപാട് കള്ളത്തരീക്കത്തുകൾ സമസ്ത നിലവിൽ വരുമ്പോൾ തന്നെ കള്ളത്തരീക്കത്തിനെ എതിർത്തുകൊണ്ടാണ് സമസ്ത വന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ കള്ളത്തരീക്കത്ത് അതിനെ എതിർത്തുകൊണ്ടാണ് സമസ്ത മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ വഴിയിൽ ഒരുപാട് കള്ളത്തരീക്കത്തുകളെ എതിർക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നൂർഷാ തരീക്കത്ത്. നമ്മൾ സമസ്തയുടെ മെമ്പർമാർ, മുഷാവറ മെമ്പർമാരിൽ ചില ആളുകൾ പോലും ആ തരീക്കത്തിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉമറാക്കൾ അവർ ഒരുപാട് പേര് അതിലുണ്ടായിരുന്നു. ആ അവസരത്തിൽ അത് ശരിയാ തരീക്കത്തല്ല, അതിൽ പറ്റാത്തതുണ്ട്, ദീനിന് ശരീഅത്തിന് പറ്റാത്തതുണ്ട്.
ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് സമസ്ത പറഞ്ഞപ്പോൾ എന്ത് ജാതി പ്രശ്നങ്ങളാണ് അവിടെ നടന്നത്, എന്തു ജാതി പ്രശ്നങ്ങളാണ് നടന്നത്. അതുപോലെ തന്നെ ആലുവ തരീക്കത്ത്, ആ ആലുവ തരീക്കത്ത് ഇവിടെ കടന്നു വന്നു. അതിൽ ആരൊക്കെയാണ് അതിൻ്റെ ആളുകളായത്? സമസ്തയിലെ മുഷാവറയുടെ മെമ്പർമാരടക്കം, ബഹുമാനപ്പെട്ട ദാറുൽ ഹുദയിലെ ഉസ്താദുമാരടക്കം, അവിടുത്തെ വലിയ വിഭാഗം കുട്ടികളടക്കം, അതുപോലെ നാടിൻ്റെ നാനാഭാഗങ്ങളിലും വലിയ വലിയ ആളുകൾ അതായിരുന്നു ആ ആലുവ തരീക്കത്തിലുണ്ടായിരുന്നു. ഇവിടെ എന്തേ സംഭവിച്ചു? സമസ്തയെ പറ്റി തീരുമാനമെടുത്തു. ഒരു കാര്യങ്ങൾ വരുമ്പോൾ അതേക്കുറിച്ച് മൗനം ദീക്ഷിക്കുക എന്നുള്ളത് ഒരു സമസ്തയെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. അതുകൊണ്ട് ഈ പ്രശ്നം സമസ്തയിലേക്ക് വന്നപ്പോൾ സമസ്ത അത് പഠിക്കാൻ വേണ്ടി മഹാന്മാരായ സൈനുദ്ദീൻ മുസ്ലിയാർ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, MT അബ്ദുള്ള മുസ്ലിയാർ, KT ഉസ്താദ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലെ മഹാന്മാരെ ഏർപ്പെടുത്തി. അത് പഠിക്കാൻ വേണ്ടി 4 കൊല്ലത്തോളം പഠിച്ചു. 4 കൊല്ലത്തോളം പഠിച്ചു, കൊല്ലങ്ങളാണ് പഠിച്ചത്. ആ പഠിച്ചതിൻ്റെ ശേഷം സമസ്ത വീണ്ടും അത് ചർച്ച ചെയ്തു. അത് കള്ളത്തരീക്കത്താണ് എന്ന്, അത് കള്ളത്തരീക്കത്താണെന്നും ജനങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സമസ്ത പറഞ്ഞു. എന്തെല്ലാം പുകില അവിടെ ഉണ്ടായത്! ഒരുപാട് പ്രശ്നങ്ങളുണ്ടായില്ലേ? ഒരു നാട്ടിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായി! ആ അവസരത്തിൽ ഇന്നതിൻ്റെ അവസ്ഥ എന്താണ്? ഇന്ന് അതൊക്കെ തെറ്റിപ്പിരിഞ്ഞ് ആരാണ് നേതാവ്, ഞാനാണോ നിജാണോ മകനാണോ അതോ വേറെ ഖലീഫമാരാണോ എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലുന്ന അവസ്ഥയല്ലേ അത്? അങ്ങനെ ഓരോ പ്രശ്നങ്ങളും എടുത്തു നോക്കൂ. അതുപോലെ തന്നെ ഇന്ന് നമ്മളെ മുമ്പിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പറയാതിരിക്കാൻ വയ്യ. വാഫി വഫിയ സംവിധാനം സമസ്തയുടെ തണലിലാണ് അത് വളർന്നത്, നിങ്ങൾക്കറിയാമല്ലോ. വളാഞ്ചേരി മർക്കസ് സമസ്തയുടെ സ്ഥാപനമല്ലേ? അത് അങ്ങനെയായിട്ടല്ലേ ഇതുവരെയും അത് അറിയപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമായുടെ കീഴിലായിക്കൊണ്ടാണ് ആ സ്ഥാപനം അതിൻ്റെ തുടക്കം മുതൽ ബഹുമാനപ്പെട്ട KK ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ അധ്വാനം കൊണ്ടാണ് ഗൾഫിൽ പല പ്രാവശ്യം പോയി നാട്ടിലുള്ള ആളുകളെ കണ്ട് അങ്ങനെ പണം പിരിച്ചുകൊണ്ടാണ് ആ മഹത്തായ സ്ഥാപനമുണ്ടാക്കിയത്. അന്നൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം വളരെ വിഷമായിരുന്നു, വളരെ പ്രയാസമായിരുന്നു. ആ പ്രയാസങ്ങളൊക്കെ സഹിച്ച് നാട്ടിലും ഗൾഫിലും ഇറങ്ങി പൈസ ഉണ്ടാക്കിക്കൊണ്ടാണ് ആ സ്ഥാപനം ഉണ്ടാക്കിയത്. ഇന്നതിൻ്റെ സ്ഥിതി എന്താ? ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അവിടെ ആ സ്ഥാപനത്തിൽ നിന്നാണ് ഈ വാഫി വഫിയ എന്ന് പറയുന്ന സംവിധാനമുണ്ടായിത്തീരുന്നത്. അതിന് എല്ലാ പ്രോത്സാഹനങ്ങളും സമസ്ത നൽകി. അതിൻ്റെ സമസ്തയുടെ കീഴ്ഘടകങ്ങളായ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീങ്ങളും അതുപോലെ തന്നെ SKSF-ഉം എല്ലാം കുട്ടികളെ അതിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ രക്ഷിതാക്കൾക്ക് നല്ല പ്രോത്സാഹനം നൽകി. മദ്രസയിൽ വെച്ചും റേഞ്ച് കൂടുമ്പോഴുമൊക്കെ. ഞാൻ അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം സലാഹുദ്ദീൻ വഹിച്ച് നന്നായി നിങ്ങളോട് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒക്കെ കേട്ടിട്ടാകണം പോകേണ്ടത്. അതായത് നമ്മൾ ഇന്ന് സമസ്തനെ അല്ല, നമ്മളെ ഒരുപാട് പ്രവർത്തകന്മാരെ ഏറെ വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, അതേ അവസരം വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു പ്രശ്നം തന്നെയാണ് CIC പ്രശ്നം എന്ന് പറയുന്നത്.
അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പി വപ്പിയ എന്ന് പറയുന്നത് അത് സമസ്തയുടെ തണലിൽ വളർന്നതാണ്. അതിലേക്ക് ആ സ്ഥാപനം ഓരോ അധ്യയന വർഷത്തിൻ്റെയും തുടക്കത്തിൽ സമസ്ത അംഗീകരിച്ച പാഠ്യപദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടാണ് പരസ്യം ചെയ്തിരുന്നത്. അങ്ങനെ സമസ്തയുടെ കീഴിലായിക്കൊണ്ട്, അതിൻ്റെ തണലിലായിക്കൊണ്ട് ആ മഹാന്മാരായിരിക്കുന്ന നമ്മുടെ നേതാക്കളുടെയും നമ്മുടെ പ്രവർത്തനങ്ങളുടെയും കീഴിലായിക്കൊണ്ട് അതിൻ്റെ പ്രോത്സാഹനത്തോടു കൂടെ അതിൻ്റെയൊക്കെ പ്രവർത്തനത്തോടു കൂടി വളർന്നു വന്ന ഒരു സംവിധാനമാണ്. അൽഹംദുലില്ലാഹ്. കാരണം ദീന് പഠിക്കുന്നതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ട് നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ് അതിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ നടന്നു. പക്ഷേ പിൽക്കാലത്ത് ചില സംഗതികൾ നടന്നു. സമസ്തക്ക് യോജിക്കാൻ കഴിയാത്ത പലതും അതിൻ്റെ സിലബസിലും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളിലും കണ്ടു. അത് സമസ്തയിലേക്ക് അതിൻ്റെ പരാതികൾ വന്നു. അതിലെ വിദ്യാർത്ഥികളും തന്നെ ഈ നിലയ്ക്ക് വളരുന്നതും കണ്ടു. സ്വാഭാവികമായും സമസ്തയുടെ കീഴിൽ വളർന്നൊരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക്, അല്ലാതെ ലോകത്തെ ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ട്, സമസ്ത അത് തമ്മിൽ എന്ത് ബന്ധം? പക്ഷേ ഇതും സമസ്തയും തമ്മിൽ ബന്ധമുണ്ടോ എന്നൊക്കെ പറഞ്ഞാണ്ട് പലരും മോശപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ സമസ്തയുടെ കീഴിൽ വളർന്ന, അതിൻ്റെ തണലിൽ വളർന്ന ആ സ്ഥാപനത്തിന് സമസ്തയുമായി ബന്ധമുണ്ടാവില്ലേ? ബന്ധമുണ്ടായിരുന്നു, നല്ല സുശക്തമായ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ സമസ്തയുടെ ആശയം, ആദർശം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, അതിന് വിരുദ്ധമായ പല സംഗതികളും പുറത്തു വന്നു. സ്വാഭാവികമായും നമ്മുടെ പ്രവർത്തകന്മാർ ആ വിഷയം മുഷാവറയുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മുൻപിൽ കൊണ്ടുവന്നു. അപ്പം അത് പഠിക്കേണ്ടി വന്നു. സമസ്തയുടെ സ്വഭാവം അതാണ്. ഒരു പ്രശ്നം മുഷാവറയുടെ മുമ്പിൽ വന്നാൽ അത് പെട്ടെന്ന് അവിടെയുള്ള മുഷാവറ മെമ്പർമാരെല്ലാവരും പാടെ, അതുപോലെ തന്നെ നമ്മളെ മുഷാവറയുടെ നേതാക്കളൊക്കെ പാടെ കൂടിയിരുന്ന് ആലോചിച്ച് അപ്പം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് വെച്ചാൽ അപ്പം പരിഹരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത മുഷാവറക്ക് അത് മാറ്റിവെക്കും. അതുകൊണ്ടും ആവുകയില്ല എങ്കിൽ അതിന് പറ്റാവുന്ന ഒരു ഉപസമിതിയെ നിശ്ചയിക്കും. എന്നിട്ട് അവരോട് പഠിക്കാൻ പറയും. അവർ പഠിച്ച് റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ട് വീണ്ടും സമസ്ത ചർച്ച ചെയ്യും. അങ്ങനെ അവസാനം ഏകോപിച്ച അഭിപ്രായമാണ് സമസ്ത പുറത്തേക്ക് വിടുന്നത്. ഇതാണ് സമസ്തയുടെ ആദ്യം മുതൽക്ക് ഇന്ന് വരെയുള്ള ചരിത്രം. ഓരോ തീരുമാനങ്ങൾ, ഇപ്പോൾ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പഠിച്ചതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ്, ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ ഇബ്രാഹിം മുസ്ലിയാർ, അങ്ങനെ 4-5 ആളുകളെ പഠിക്കാൻ ഏൽപ്പിച്ച് അവർ പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് സമസ്തക്ക് വന്ന് സമസ്തയിലുള്ള മഹാന്മാരായ മറ്റുള്ള ഉസ്താദുമാരൊക്കെ പാടെ കൂടി ചർച്ച ചെയ്ത് അവസാനം തീരുമാനമെടുക്കുന്നു. അല്ല, പെട്ടെന്നൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാറില്ല. എന്നതുപോലെ തന്നെ ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഒരു യോഗത്തിലും 2 യോഗത്തിലുമല്ല, 2021 മുതൽക്ക് മുഷാവറ ചർച്ച ചെയ്ത് വരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ അത് പുറം ലോകം അറിയുന്നില്ല എന്ന് മാത്രം. 2021 മുതൽക്ക് മുഷാവറ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 4 പ്രാവശ്യമല്ല മുഷാവറ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 6 അംഗമുള്ള ഒരു സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിനെ എതിർക്കുന്ന ആളുകളൊക്കെ ആ സമിതിയിലുണ്ട്. ആ സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമിതി നിരന്തരം യോഗം കൂടിയിട്ടുണ്ട്. ഇവരിൽ ഓരോരുത്തരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അത് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ആദർശേരി മൂപ്പരാണല്ലോ, മൂപ്പരെ അടക്കം വിളിച്ചുകൊണ്ട് സമസ്ത ചർച്ച ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വട്ടം ചർച്ച ചെയ്തു. ഇത്ര ചർച്ച ചെയ്ത ഒരു വിഷയം സമസ്തയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എത്രമാത്രം എന്ന് വെച്ചാൽ റമളാൻ മാസത്തിൽ മുഷാവറ ചേർന്നുകൊണ്ട് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. സാധാരണ മുഷാവറയുടെ യോഗം റമളാൻ മാസത്തിൽ ഉണ്ടാകാറില്ല. കാരണം അതിൽ പലരും തന്നെ പ്രായം ഉള്ളവരും അതുപോലെ തന്നെ രോഗികളൊക്കെയാണല്ലോ.
അതുകൊണ്ട് റംസാനിൽ കോഴിക്കോട് പോയി പിന്നെ യോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. ആവശ്യമാണെങ്കിൽ അവർ ചെയ്യും. ദീനിന് വേണ്ടിയുള്ള ഏത് പ്രയാസം സഹിക്കാൻ അവർക്ക് ഒരുക്കാണ്. അങ്ങനെ സാധാരണ ഉണ്ടാകാറില്ല. പക്ഷേ ഇത് പെട്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടി വന്നതുകൊണ്ട് റംസാനിൽ പോലും സമസ്ത മുശാവറ ചേർന്ന് ആ മഹാന്മാരായ പ്രായം ചെന്ന ഉസ്താദുമാർ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ പിന്നെ ഇന്ന് നേരം പോലത്തെ ഉറങ്ങി നീച്ചപ്പോഴത്തെ ഇനി ഇത് പറ്റൂല എന്ന് പറയല്ല സമസ്ത ചെയ്യത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിയായിട്ടാണ് എന്ന് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സമസ്തയുടെ തീരുമാനങ്ങൾ ലംഘിക്കാൻ വേണ്ടി പല ആളുകളും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വസ്തുത ഇതാണ്. ഇതനുസരിച്ച് സമസ്ത തീരുമാനിക്കേണ്ടി വന്നു. സമസ്തക്ക് ഇതുമായി ബന്ധമല്ല. പിന്നെ സമസ്ത തീരുമാനിച്ചു, ഏകകണ്ഠമായ തീരുമാനമാണ്, അല്ലാതെ ഒരാളോ രണ്ടാളോ പറയുന്ന ഏകകണ്ഠമായ അഭിപ്രായമാണ്. ആദർശരി ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്നതോ ആയ സംഘടനയുമായി വിദ്യാഭ്യാസ പ്രവർത്തനവുമായിട്ട് സമർപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ആബിദ് MLA തങ്ങൾ MLA, ഇങ്ങനെ ഇവരെല്ലാവരും അവരും കൂടി. അതിൻ്റെ പുറമെ സമസ്തയുടെ നേതാക്കളായ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പിന്നെ ആലിക്കുട്ടി മുസ്ലിയാർ, അതായത് സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയും നടത്താം, അതുപോലെ തന്നെ MT അബ്ദുള്ള മുസ്ലിയാർ എന്ന് തുടങ്ങി പിന്നെ സമസ്തയുടെ നേതാക്കളും ഇരുന്ന് ഒരു വട്ടമല്ല, 2 വട്ടമല്ല, പലവട്ടം ഇരുന്നു കൊണ്ട് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയിലേക്ക് ഇത് സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി നിശ്ചയിച്ച ഒരു 6-7 ആളുകൾ എന്ന് പറഞ്ഞല്ലോ, 1-2 യോഗത്തിലേക്ക് അവരെയും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചർച്ച നടന്നു. അവസാനം ഒരു തീരുമാനം വന്നു. ഈ ആളുകൾ അല്ലാതെ വേറെ പുറത്തുള്ളവരല്ല. നമ്മൾ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും സമസ്തയുടെ നേതാക്കളും സംയുക്തമായി ഒരു തീരുമാനമെടുത്തു. 9 കാര്യങ്ങൾ. ഞാൻ അതിലെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ആ 9 കാര്യങ്ങൾ അതവ വായിച്ചു. അത് പിന്നെ എല്ലാവരും അംഗീകരിച്ചു. ഈ 9 കാര്യങ്ങൾ പിന്നെ സമസ്ത പിന്നെ ഈ CICക്ക്, അതായത് ഈ വാഫിയോഫിയൻ്റെ ആളുകൾക്ക് അവർക്ക് കൊടുക്കുക എന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ സമസ്തയും അങ്ങനെ സമസ്ത പിന്നെ ഈ വാഫിയോഫിയയുടെ, അതായത് CICയുടെ അംഗീകരിക്കുകയാണെന്ന് വെച്ചാൽ സമസ്ത പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയാൻ പാടില്ല. സമസ്ത ഒന്നും പറയാൻ പാടില്ല എന്നാ തീരുമാനം. അല്ല, അവർ പിന്നെ അതിൽ നിന്ന് ഒഴിവാകുന്നില്ലെങ്കിൽ വേറെ കുറേ പറഞ്ഞു, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ അത് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരാൾ പറഞ്ഞത് ആ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ CIC അത് അംഗീകരിക്കാൻ സമസ്ത അതിനെപ്പറ്റി പിന്നെ ഒന്നും പറയാൻ പാടില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. ഇല്ല, CIC അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒഴിയണം എന്നാണ് അതിന് ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു? അതിൽ നിന്ന് ഈ 9 എണ്ണത്തിൽ നിന്ന് ഒറ്റൊന്നും അവർ അംഗീകരിച്ചില്ല. പക്ഷെ അംഗീകരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ചില തമാശക്കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ 9 എണ്ണത്തിൽ നിന്ന് ഒറ്റൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല, വിശദീകരിക്കേണ്ട സമയമല്ല. അപ്പം നമ്മൾ പറയുന്നത് പ്രതിസന്ധികളുണ്ട്. സമസ്ത എല്ലാ കാലങ്ങളിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ആ അവസരങ്ങളിലൊക്കെ മഹാന്മാരായ ആ ഉസ്താദുമാരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ആ കാലഘട്ടത്തിലുള്ളതായിരിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ ചെയ്തിട്ടുള്ളത്, സാധാരണക്കാർ ചെയ്തിട്ടുള്ളത്. സമസ്തയുടെ തീരുമാനം അത് ഒരിക്കൽ തീരുമാനിച്ചത് അത് മാറ്റിപ്പറയേണ്ട ഒരവസ്ഥ സമസ്തക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും ഉണ്ടാവുകയില്ല. അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബാധ്യത ഇത്തരം പ്രതിസന്ധി വരുമ്പോൾ എന്താ, നമ്മുടെ ബാധ്യത എന്താ? ആ സമസ്ത അതിനെ നമ്മൾ വിശ്വസിക്കാതിരിക്കാനില്ല. ഇനി ആരാളുള്ളത്? ഒരു സംഘടന, ഒരു മുത്തഖീങ്ങളുടെ സംഘടന വേറെ എവിടെ കാണാനുള്ളത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ?
അപ്പം അതുകൊണ്ട് നമുക്ക് ഉള്ള ബാധ്യത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമസ്ത എന്താണ് പറയുന്നത്, അതെന്താണ് തീരുമാനിക്കുന്നത്, എന്ത് നിലപാടാണ് ഓരോ കാര്യത്തിൽ സമസ്ത സ്വീകരിക്കുന്നത്, അതിനോടൊപ്പം നിൽക്കുകയും ആ സമസ്തയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. പല ആളുകളും സമസ്തയിലൂടെ വളർന്നുകൊണ്ട് അവസാനം സമസ്ത ഏറ്റവും വിഷമം പിടിച്ചൊരു ഘട്ടത്തിൽ അതിനെ തിരിഞ്ഞുകുത്തുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. അല്ല, ഞാനതൊന്നും അറിഞ്ഞാണ്ട് വേറെ വഴിക്ക് നടക്കുന്നതും ശരിയല്ല. ഒരു സമസ്തക്കാരനാണെങ്കിൽ അവൻ്റെ ബാധ്യത സമസ്തക്ക് വിഷമം വരുമ്പോൾ, സമസ്തക്ക് നല്ല കാര്യം ഉണ്ടാകുമ്പോൾ വളരെ ഉഷാറായിട്ട് വളരെ ഉത്സാഹത്തോടു കൂടെ പ്രവർത്തിക്കുക. അതിന് പ്രതിസന്ധി വരുമ്പോൾ അതിലേറെ ശക്തമായി പ്രവർത്തിക്കുകയും അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ശക്തി പകരുകയും ചെയ്യും. ഇതാണ് നമ്മളെ ബാധ്യത. ഈ കാര്യം ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ മാർഗം നമുക്കൊക്കെ കാണിച്ചു തരുമാറാവട്ടെ. നമുക്ക് മഹാന്മാരായ ആളുകൾ നമുക്ക് ഒരു സുതാര്യമായ ഒരു നേർപ്പാറ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ ഉസ്താദന്മാരൊക്കെ ഈ വിഷയത്തിൽ കഴിഞ്ഞ കാല ഉസ്താദന്മാർ സമസ്തയുടെ ഇത്തരം നിലപാടുകൾ വിഷമങ്ങൾ വരുമ്പോൾ ആ ഉസ്താദന്മാരൊക്കെ എന്ത് സ്വീകരിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ സമസ്ത എന്താണോ പറഞ്ഞത് അതിൻ്റെ ഒപ്പം നിൽക്കും, അതിന് ശക്തി വരും. അതുതന്നെയാണ് നമ്മുടെ മാതൃക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹാന്മാർ, കഴിഞ്ഞു പോയ മഹാന്മാർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ദർജ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവർ കാണിച്ചു തന്ന ശരിയായ പാതയിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹുവിൻ്റെ ദീനിന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് സമസ്തക്ക് ഖിദ്മത്ത് ചെയ്യാനും അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ബിസ്മില്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാക്കുൽ ദഅ്വാന അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.